ഡൊണാൾഡ് ട്രംപിന്റെ 20-ദിന സമാധാന പദ്ധതിയിൽ പ്രതികരണം അറിയിച്ച ഹമാസ് ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാനും ഗസയുടെ ഭരണം കൈമാറുന്നതിനും തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. മറ്റ് നിർദ്ദേശങ്ങളിൽ കൂടുതൽ ചർച്ച വേണമെന്നും ഹമാസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഗസയിലെ ബോംബാക്രമണം ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കണമെന്നും ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് വ്യക്തമാക്കി. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മധു, ഈ ഉപാധികൾ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല എങ്കിൽ കൂടി അതിലെ 2 നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായിരിക്കുന്നു. ബന്ദികളെ കൈമാറാം എന്നതടക്കം കൂടുതൽ ചർച്ചകൾ വേണം മറ്റുപാധികളുടെ കാര്യത്തിലെന്നാണ് ഹമാസിന്റെ നിലപാട്. എങ്കിലും അതൊരു പോസിറ്റീവായ പ്രതികരണം എന്നുള്ള നിലയിൽ തന്നെ കാണാം. അമേരിക്കയുടെ റിയാക്ഷൻ, അതിൻ്റെ ഹമാസിന്റെ നിലപാട്, വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ് മധു കൊട്ടാരക്കര? ഗുഡ് മോർണിംഗ് പ്രവിത. റീജിത്ത്, അമേരിക്കയുടെ പ്രധാന ആവശ്യമാണ് ഹമാസ് അംഗീകരിച്ചിരിക്കുന്നത്, ബന്ദികളെ മോചിപ്പിക്കാമെന്നുള്ളത്. ഇതോടെ ഗസയിൽ ബോംബിംഗ് ഉടൻ നിർത്തണമെന്ന് ഇസ്രായേലിനോട് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബന്ദികളെ മോചിപ്പിക്കുവാനും അതുപോലെ ഗസയിൽ സമാധാനം കൊണ്ടുവരാനും ഇത് വളരെ അത്യാവശ്യമാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. തടങ്കലിലുള്ള ബന്ദികളെ വിട്ടയക്കുവാൻ ഹമാസ് തയ്യാറാണെന്ന് പറയുകയും അതുപോലെ ഈ ട്രംപ് മുന്നോട്ട് വെച്ച 20 പോയിന്റ് പീസ് പാക്കേജിലെ പലതും ഹമാസ് അംഗീകരിച്ചതോടെയാണ് ട്രംപിന്റെ നിർദ്ദേശം ഇസ്രായേലിന് പോയിരിക്കുന്നത്. ഗസയിൽ സമാധാനം കൊണ്ടുവരുവാൻ ഹമാസ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഹമാസിനെ നിരായുധീകരിക്കണമെന്ന ആവശ്യത്തിലാണ് ഹമാസ് പ്രധാനമായിട്ടും ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നത്. നേരത്തെ ഈ ഹമാസിന് കടുത്ത ഭാഷയിൽ അല്പമണിക്കൂറുകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ബന്ദികളെ മോചിപ്പിക്കുവാൻ മാക്സിമം ഞായറാഴ്ച വരെയാണ് സമയം നൽകിയത്. എന്നാൽ ഈ ട്രംപിന്റെ നിർദ്ദേശം പോയിട്ടും ഇപ്പോഴും ഗസയിൽ കനത്ത ബോംബിംഗ് ആണ് ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസ പട്ടണത്തിന്റെ ഹൃദയഭാഗമായ താലത്തീനി തെരുവിലുമെല്ലാം ഇസ്രായേൽ ആക്രമണം ഇപ്പോൾ ഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപിനോടൊപ്പം മാധ്യമപ്രവർത്തകരെ കണ്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന്റെ 20 പോയിന്റ് പാക്കേജ് അംഗീകരിക്കുന്നതായി പറഞ്ഞിരുന്നു. ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകാമെന്ന് ട്രംപ് അന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇതുവരെയും ഈ ഹമാസിന്റെ സമാധാനത്തിന് തയ്യാറെന്ന നിലപാടിനോട് ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. അതേസമയം ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് എത്രയും പെട്ടെന്ന് സമാധാന ശ്രമവുമായി മുന്നോട്ട് പോകണമെന്ന് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. റീജിത്ത്, പ്രവിത. മധു, അതോടൊപ്പം തന്നെ ഈ ഹമാസിന്റെ ഇടയിൽ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ ഭിന്നതയുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട അന്ത്യശാസനം ഹമാസിന് നൽകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണോ ഇത്തരത്തിൽ 2 ഉപാധികൾ ഇവർ അംഗീകരിച്ചത്? മറ്റുപാധികളെ കുറിച്ചുള്ള ചർച്ച അത് എപ്പോഴുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം? പ്രവിത, നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ടത് നെതന്യാഹുവുമായിട്ടുള്ള പത്രസമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഹമാസ് ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് സ്വന്തം ഇഷ്ടപ്രകാരം പോകാമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും കടുത്ത ഭാഷയിലാണ് ഇന്ന് ഒരു ഉച്ചയോടുകൂടി ഹമാസിനുള്ള അന്ത്യശാസനം പോയത്. വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുമെന്നുള്ള ആ ഒരു അന്ത്യശാസനയ്ക്ക് തൊട്ട് പിന്നാലെയാണ് ഹമാസ് ഇത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. 72 മണിക്കൂറായിരുന്നു ഇവർക്ക് ഔദ്യോഗികമായിട്ട് ഡൊണാൾഡ് ട്രംപ് കൊടുത്തത് ഈ പാക്കേജ് അംഗീകരിക്കുവാൻ. പ്രവിത. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 20 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതിൽ 2 നിർദ്ദേശങ്ങൾ അംഗീകരിക്കാം എന്ന നിലപാടിലേക്ക് ഹമാസ് എത്തിയിട്ടുണ്ട്. കൂടുതൽ ചർച്ചകൾ വേണം. ആ ചർച്ചകളിൽ കൂടി അനുകൂലമായൊരു സമീപനം ഉണ്ടായാൽ മാത്രമേ ഗസയിൽ വെടിനിർത്തൽ സാധ്യമാകൂ എന്നത് ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.